കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ സെപ്റ്റംബർ 30 നിയമസഭാ മാർച്ച് നടത്തും. പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി 15% ഇടക്കാലാശ്വാസം അനുവദിക്കുക, മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ സഹകരണ പെൻഷൻകാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സെപ്റ്റംബർ മാസം 30 കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരള നിയമസഭയിലേക്ക് മാർച്ചും ധർണയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും, 93 ഈ പെൻഷൻ സമ്പ്രദായം നിലവിൽ വന്നത്. അവസാനമായി പെൻഷൻ പരിഷ്കരിച്ചപ്പോൾ അതുവരെ നമുക്ക് ലഭിച്ചിരുന്ന 9% DA കൂടി ക്ഷാമബത്ത ആ പെൻഷൻ പരിഷ്കരണത്തോടുകൂടി ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ വിവിധങ്ങളായ ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്. അതൊന്നും 2021 ശേഷം ₹1 പോലും നമുക്ക് വർദ്ധിപ്പിച്ച് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒന്നും പരിഗണിച്ചിട്ടുമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി നമ്മുടെ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും അത് എത്രയും പെട്ടെന്ന് അംഗീകരിച്ച് തരും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ ഇതുവരെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 80-90 വയസ്സായ ആളുകളാണ്. മരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് മറ്റ് യാതൊരു ഗത്യന്തരമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. NB അജയ്കുമാർ, KP പ്രഭാകരൻ, മണ്ണയാട് ബാലകൃഷ്ണൻ, CV കുഞ്ഞികൃഷ്ണൻ, AP ജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മിഡ്കോ, ദിനേശ് സോഫ്റ്റ്വെയർ പാർക്ക്, താണ, കണ്ണൂർ.